നമസ്തേ, ഏവർക്കും ശ്രീവിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിന്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളുടെ സുഖദുഃഖ സമ്മിശ്രമായ ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദോഷദുരിതങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അശ്വതി നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ദീർഘകാല നിക്ഷേപമെന്ന നിലയിൽ ഭൂമി വാങ്ങുവാൻ അവസരമുണ്ടാകും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയും. ബന്ധുവിന് സാമ്പത്തിക സഹായം ചെയ്യാനിടവരും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ യഥാർത്ഥത ഉണ്ടാകും. ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും. ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും മുടങ്ങിക്കിടപ്പുള്ള ആനുകൂല്യങ്ങളിൽ ലഭ്യമാകും. ഇവരുടെ 11ാം ഭാവത്തിലാണ് ശനി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫലങ്ങളായിരിക്കില്ല. അതുപോലെ തന്നെ വ്യാഴം 2ാം ഭാവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയും ഭരണി നക്ഷത്രത്തിലേക്ക് ചെന്നാൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്തിക സൗഖ്യവും ഉണ്ടാകും. പരിശ്രമത്താൽ നേർന്ന് കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും. കാലവർഷക്കെടുതി കൃഷിനാശത്തിന് വഴിയൊഴുക്കും. മാതാവിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ചിലപ്പോൾ ആശുപത്രിവാസവും നേരിടേണ്ടി വന്നേക്കാം. വാഹന അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടും. ഇനി നമ്മൾ കാർത്തിക നക്ഷത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാർത്തികക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ് നടക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിന്റെ ഈ കർക്കിടക മാസത്തിലെ ഫലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്രധാനമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് മൂലം സുപ്രധാനമായ പലതും നഷ്ടപ്പെടും. വിദഗ്ധ ചികിത്സകളാലും വിശ്രമത്താലും ഈശ്വര പ്രാർത്ഥനകളാലും സന്താന ഭാഗ്യമുണ്ടാകും. ഏറ്റെടുക്കുന്നതും ചെയ്യുന്നതുമായ പല കാര്യങ്ങളും സ്വന്തം നിലയിൽ നേട്ടമൊന്നുമില്ലെങ്കിലും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നറിയുന്നതിൽ യഥാർത്ഥതയുണ്ടാകും കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക നാളുകളിൽ. ഇനി നമ്മൾ രോഹിണി നക്ഷത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് അബദ്ധം പറ്റാതിരിക്കാൻ പ്രത്യേകം കരുതൽ വേണം. തൊഴിൽ മേഖലകളോടനുബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം കൂടും. ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിൽ ഉപകരിക്കും. വ്യവസ്ഥകൾ പാലിക്കാൻ നിർബന്ധിതനാകും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും. വ്യായാമത്താലും ആരോഗ്യം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ മകയിര നക്ഷത്രത്തിലേക്ക് ചെന്നാൽ അനുബന്ധ ഭൂമി വാങ്ങുവാൻ ഇടവരും. അഭിപ്രായ സമന്വയത്തോടു കൂടിയ സമീപനം സ്വീകാര്യമാകും. അന്യദേശത്തോ വിദേശത്തോ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വിജ്ഞാനികളുടെ വചനങ്ങൾ പലപ്പോഴും യുദ്ധമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഉപകരിക്കും. സാമ്പത്തിക നിയന്ത്രണത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങളിൽ ഒഴിവാക്കുവാൻ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ തിരുവാതിര നക്ഷത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവഗണിക്കപ്പെട്ട അവസ്ഥകൾ മാറി പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസം തോന്നും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായ വിജയമുണ്ടാകും. വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമാകാതെ സൂക്ഷിക്കണം. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവ സാഫല്യം ഉണ്ടാകും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃത്തി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷകർക്കും നല്ല ഫലങ്ങളാണ് കർക്കിടകത്തിൽ വരിക. ഇനി നമ്മൾ പുണർന്ന നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പ്രായത്തിലുപരി പക്വതയോടുകൂടിയ സമീപനം ആർജിക്കുന്നതിനാൽ സങ്കീർത്തനമായ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ഇടവരും. സജ്ജന ബഹുമാന്യതയും വന്നു ചേരും. സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ ഏകാഗ്രതയോടും സമഗ്ര വീക്ഷണങ്ങളും കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. ഉത്തേജന മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവനൌഷധ രീതി അവലംബിക്കും. ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകും. ആധ്യാത്മിക വിഷയങ്ങളിൽ മനസ്സമാധാനത്തോടെ കാര്യങ്ങൾ കർക്കിടക മാസത്തിൽ നടക്കും. ഇനി നമ്മൾ പൂയം നക്ഷത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ജനസ്വാധീനം വർദ്ധിക്കും. പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും. സഹവർത്തിത്വ ഗുണത്താൽ നല്ല ചിന്തകൾ വർദ്ധിക്കും. ദുരാചാരങ്ങൾ ഉപേക്ഷിച്ച് സദാചാര പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനാൽ സമാധാനമുണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയിക്കും. ഇനി നമ്മൾ ആയില്യ നക്ഷത്രത്തിലേക്ക് നോക്കിയാൽ അർഹതമായ രീതിയിൽ അഗ്രഹണീയമായ സ്ഥാനം നേടിയെടുക്കുന്നതിൽ കർക്കിടക മാസത്തിൽ വിജയം കൈവരിക്കും. സന്തോഷവും സന്തുഷ്ടിയുമുള്ള കുടുംബജീവിതം നയിക്കുവാൻ അവസരമുണ്ടാകും. ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുന്നതിനാൽ ആശ്വാസവും ആഹ്ലാദവും ആത്മവിശ്വാസവും ഉണ്ടാകും. തൊഴിൽ മേഖലകളിൽ അത്ഭുതപൂർവമായ പുരോഗതിയും സമ്പൽ സമൃദ്ധിയും പ്രതാപവും ഐശ്വര്യവും ഉണ്ടാകും. ഇനി നമ്മൾ പൂരം നക്ഷത്രക്കാരുടെ ഫലങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ളവരുടെ അനൈക്യത്താൽ മാറി താമസിക്കേണ്ടതായിട്ട് വരാം. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ചെലവിനങ്ങളിൽ നിയന്ത്രണവും വേണം. കാർഷിക വിളകൾക്ക് നാശനഷ്ടം വന്നു ചേരാം. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ ഇടവരും. വാഹന ഉപയോഗത്തിൽ വളരെ സൂക്ഷിക്കണം. വാഹനം ഓടിക്കുന്നതിലൊക്കെ വളരെ സൂക്ഷിക്കണം.
ഇനി നമ്മൾ ഉത്തരം നക്ഷത്രത്തിലേക്ക് ചെന്നാൽ തൊഴിൽ മേഖലയോടുകൂടി ബന്ധപ്പെട്ട ധാരാളം യാത്രകൾ വേണ്ടി വരാം. ഗുരുകാരണവരുടെ അനുഗ്രഹാശസ്സുകളിലൂടെ സമർപ്പിക്കുന്ന പദ്ധതികൾ വിജയിക്കും. മാതാപിതാക്കളോടൊപ്പം ജന്മനാട്ടിൽ പോകാൻ ഇടവരും. ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതായിട്ട് വരാം. വ്യാപാര വിപണന മേഖലകളിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. അത്തം നക്ഷത്രത്തിലേക്ക് ചെന്നാൽ ഔദ്യോഗികമായി മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളിൽ ശമ്പളവർദ്ധനയും മുൻകാല പ്രാബല്യത്തോട് ലഭിക്കും. ആതുര സേവനത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും. ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പിലാക്കിയ മേലധികാരിയുടെ അനുഭവം തോന്നും. ആത്മപ്രഭാവത്താൽ ദുഷ്പ്രചരണങ്ങൾ നിഷ്ഫലമാകും. ചിത്ര നക്ഷത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ കർക്കിടക നാളുകളിൽ നീതിപൂർവമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറും. പുതിയ കരാർ ജോലികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെങ്കിൽ പ്രതീക്ഷിച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാകുകയില്ല. ആധ്യാത്മിക ചിന്തകൾ വർദ്ധിക്കും. പുത്ര പൗത്രാദികളോടൊപ്പം താമസിക്കാൻ വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാൽ അധികൃതരുടെ പ്രീതി നേടാൻ കഴിയും. പ്രത്യേക അധികാരം ലഭിക്കും. പുണ്യതീർത്ഥ ദേവാലയ ദർശനത്തിൽ അവസരമുണ്ടാകും. ആധ്യാത്മിക ചിന്തകളിൽ മനസ്സമാധാനത്തിന് വഴിയൊഴുക്കും. ശുഭാപ്തി വിശ്വാസത്തോടുള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിക്ക് വഴിയൊഴുക്കും. ഇനി നമ്മൾ വിശാഖ നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ സാമ്പത്തിക വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. സമകാലീന സംഭവങ്ങളോട് പ്രതികരിക്കാൻ നിർബന്ധിതമാകും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ മാറ്റത്തിന് തയ്യാറാകും. പ്രവാസികളിൽ പലരും ഓണാഘോഷത്തിൽ ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്തതിനാൽ അന്യദേശത്ത് ഓണം ആഘോഷിക്കാനിട വരും. അനിഴ നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ചിരകാല അഭിലാഷമായ വിദേശയാത്ര സഫലമാകും. നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും. സുവ്യക്തമായ കർമ്മപദ്ധതികൾക്ക് പണം മുടക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർന്ന് പഠിക്കാൻ സാധിക്കും. ഇനി നമ്മൾ തൃക്കേട്ട നക്ഷത്രത്തിലേക്ക് ചെന്നാൽ ജന്മനാട്ടിൽ സ്വന്തമായ വ്യാപാരം തുടങ്ങുന്നതിന്റെ ഭാഗമായി വിദേശ ഉദ്യോഗം വേണ്ടെന്ന് പോലും വെക്കാം. നിസ്വാർത്ഥ സേവനത്താൽ സൽകീർത്തിയും ആദരവും കൂടും. പുതിയ വ്യാപാര വ്യവസായ വിപണന മേഖലകൾ തുടങ്ങാനും സാമ്പത്തിക പുരോഗതിക്കും യോഗമുണ്ട്. വിദേശയാത്ര സഫലമാകും. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കും. ഇനി നമ്മൾ മൂല നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അനുമതിക്കുള്ള അപേക്ഷകൾ നിരസിക്കപ്പെടും. ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര സഫലമായെന്ന് വരില്ല. സുഖദുഃഖങ്ങൾ ഒരുപോലെ വന്നു ചേരും. നിയമവിരുദ്ധമായ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് ഒഴിച്ചു മാറണം. സഹപ്രവർത്തകരിൽ നിന്ന് നിസ്സഹകരണ മനോഭാവത്താൽ അധികാരഭാരം കൂടും. കാരണമില്ലാതെ അസൂയാലുക്കൾ കൂടാനും വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾ പൂരാട നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറി മാതാപിതാക്കൾ നിശ്ചയിച്ച വിവാഹത്തിന് തയ്യാറാകും. വാദ നാഡി കരൾ രോഗ പീഡകൾക്കെതിരെ ജാഗ്രത വേണം. പകർച്ചവ്യാധികൾക്കെതിരെയും കരുതൽ വേണം. നിയുക്തമായ തീരുമാനങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകരിക്കും. മേലധികാരിയുടെ ആജ്ഞകൾ അനുസരിക്കേണ്ടതായി വരാം. ഉത്രാടം നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊഴുക്കും. ആപൽഘട്ടങ്ങളിൽ നിന്ന് ബന്ധുക്കളെ രക്ഷിക്കേണ്ടതായി വരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും. ജനപിന്തുണ കൂടും. ധർമ്മപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും സഹകരിക്കും. വ്യാപാരത്തിൽ മാന്ദ്യത അനുഭവപ്പെടും. ജീവിത ചെലവുകൾ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ജാഗ്രത വേണം. തിരുവോണ നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഈ കർക്കിടക നാളുകളിൽ മക്കളോടൊപ്പം പുണ്യതീർത്ഥയാത്രകൾക്ക് യോഗമുണ്ട്. ഉപദേശക സമിതിയിൽ അംഗത്വം ലഭിച്ചതിനാൽ ആത്മാഭിമാനം തോന്നും. ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ വന്നു ചേരാമെങ്കിൽ യുക്തിപൂർവമായ സമീപനത്താൽ ദുഃഖങ്ങളെ അതിജീവിക്കും. അവിട്ട നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഈ കർക്കിടക മാസത്തിൽ പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും. പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തും. വിദേശ വ്യാപാര വിപണന മേഖലകൾക്ക് തുടക്കം കുറിക്കും. നമ്മൾ ചതയ നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഈ കർക്കിടക മാസത്തിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കും. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. ഉദ്യോഗം അപേക്ഷിച്ച് മാറ്റത്തിന് ശ്രമിക്കും. ക്രമാനുഗതമായ പുരോഗതി ഉണ്ടാകും. കാര്യനിർവഹണങ്ങൾക്ക് ഉത്സാഹം, ഉന്മേഷം തുടങ്ങിയ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊഴുകും. ഇനി നമ്മൾ പൂരിട്ടാതി നക്ഷത്രത്തിലേക്ക് ചെന്നാൽ മേലധികാരിയുടെ സ്വകാര്യ വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ ഇടവരും. ഉത്സാഹത്തോടു കൂടിയ സമീപന ശൈലി മറ്റുള്ളവർക്ക് അസൂയയ്ക്ക് വഴിയൊഴുക്കും. ഒരു പരിധിയിലധികം പണം മുടക്കിയുള്ള പ്രവൃത്തികളിൽ നിന്ന് പിന്മാറുകയാണ് കർക്കിടക മാസത്തിൽ നല്ലത്. സജ്ജന സമൂഹത്താൽ പരോപകാര പ്രവൃത്തി ചെയ്യും. ഇനി നമ്മൾ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ വന്നു ചേരുന്നതിന് ആശ്വാസമാകും. നിയുക്ത പദവിക്ക് സ്ഥാനചലനം വന്നു ചേരാം. പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും. അവസരങ്ങൾ കുറയുന്നതിനാൽ മനോവിഷമവും തോന്നാം. സ്വയം തീരുമാനിച്ച പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറി രക്ഷിതാക്കൾ നിർദ്ദേശിക്കുന്ന വിവാഹത്തിൽ തയ്യാറാകും. ചെലവ് കൂടുതലായി കടം വാങ്ങേണ്ടതായി വരാം. ഇനിയും രേവതി നക്ഷത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഉയർന്ന പദവിയോട് കൂടിയ ഉദ്യോഗം ലഭിച്ചതിനാൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ കഴിയും. നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗ്രഹമോ വാങ്ങുവാൻ ഇടവരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ആസൂത്രിത പദ്ധതിയിൽ അനുകൂലമായ വിജയമുണ്ടാകും. പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ആഭരണം തിരികെ ലഭിക്കും. സ്വകാര്യ കുറവിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും. സമാധാനമുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് അശ്വതി മുതൽ 27 നക്ഷത്രങ്ങളുടെ ഈ കർക്കിടക മാസത്തിലുള്ള ദോഷ ദുരിത ഫലങ്ങൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.